നമസ്തേ ബച്ചു. ഇന്ന് നമുക്ക് രശ്മി പബ്ലിഷേഴ്സിൻ്റെ 5th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലെ ഹാഫ് ഇയർലി എക്സാമിനുള്ള ആദ്യത്തെ 5 ചാപ്റ്റേഴ്സിലെ ആക്ടിവിറ്റീസ് നോക്കാം. അതായത് ഫസ്റ്റ് ചാപ്റ്റർ ഭാരത് ജൈസാ ദേശ് നഹി ഹെ, ചുന്നു ചുന്നി അവർ മൊബൈൽ, സ്വർണ്ണപതക വിജേത നീരജ് ചോപ്ഡ, ജിസെ ദേശ് സെ പ്യാർ നഹി ഹെ, സൈക്കിൾ ബനി മിസാൽ എന്നീ 5 ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എക്സർസൈസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്ററിലെ വൊക്കാബുലറിക്ക് ശേഷം വരുന്ന ലിസണിംഗ് സ്കില്ല് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പഠിക്കേണ്ടതില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന സ്പീക്കിംഗ് സ്കില്ലിൽ 3rd ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരത് കോ കൈസാ ദേശ് കഹാ ഗയാ ഹെ, ഭാരതത്തെ നമ്മൾ എന്ത് തരം രാജ്യമാണെന്ന് പറയുന്നു. ആൻസർ, സബ്സെ സുന്ദർ ദേശ്, ഏറ്റവും ഭംഗിയുള്ള രാജ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുർഗിക്ക് സാത്ത് കോൻ ദൗഡത്താ ഹെ, മുർഗിയുടെ കൂടെ ഓടുന്നത് ആരാണ്? മുർഗി എന്ന് പറഞ്ഞാൽ ഹെന്ന് കേട്ടോ. ഹെന്നിയുടെ കൂടെ ഓടുന്നത് അതിൻ്റെ ചെറിയ ഒരു കുഞ്ഞ് ചൂസ, ചിക്സ്. ഓക്കെ, നെക്സ്റ്റ് 3rd ക്വസ്റ്റ്യൻ, ഭാരത് കെ ലോക കിസ് പ്രകാർ പ്രേമ ജതാത്തെ ഹെ, ഭാരത് പറഞ്ഞാൽ ഇന്ത്യയിലെ ആളുകൾ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്? ആൻസർ, സച്ചെ മനസ്സെ ഗലെ ലഗാക്കർ, നല്ല മനസ്സോടെ കെട്ടിപ്പിരിച്ചിട്ട് പ്രേം ജതാത്തെ ഹെ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സ്പീക്കിംഗ് സ്കിൽ ഉള്ളത്. നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് പോവാം. പേജ് നമ്പർ 4. അവിടെ റൈറ്റ് ദ ആൻസേഴ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരത് കി ക്യാ വിശേഷതായും ഹൈ, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ഇന്ത്യ, എന്തൊക്കെയായിരുന്നു ഭാരതത്തിന്റെ പ്രത്യേകതകൾ? ആൻസർ, ഭാരത് കാ പ്രകൃതി ബഹുത് സുന്ദർ ഹെ, ഭാരതിന്റെ നേച്ചർ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഭാരത് മേം അനേകത മേ ഏകത ഹെ, ഇന്ത്യയിൽ അനേകതയിൽ ഏകതയുണ്ട്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഉണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗിഡ്കി ഖോൽക്കർ കോൺ ജഗാത്തി ഹെ, ഗിഡ്കി എന്ന് പറഞ്ഞാൽ ജനല് തുറന്നിട്ട് ആരാണ് ഉണർത്തുന്നത്? ആൻസർ, സുൻഹരി കിരണേ ജഗാത്തി ഹെ, ഗോൾഡൻ റേസ്, സുൻഹരി കിരണ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ കിരണങ്ങൾ ഉണർത്തുന്നു. നെക്സ്റ്റ് 3rd ക്വസ്റ്റ്യൻ, വികാസ് കർണേ കെ ലിയേ ഭാരത് കെ ലോക ക്യാ കർത്തേ ഹെ, വികാസ് എന്ന് പറഞ്ഞാൽ പുരോഗതിക്ക് വേണ്ടി ഭാരതത്തിലെ ആളുകൾ എന്ത് ചെയ്യുന്നു? ആൻസർ, മെഹനത്ത് കർത്തേ ഹൈ, പരിശ്രമിക്കുന്നു. നെക്സ്റ്റ്, സഹി വികൽപ്പ് പർ ടിക്ക് ലഗായിയെ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സുബഹ് കി സുൻഹരി കിരണയം ക്യാ കർത്തി ഹെ, രാവിലത്തെ സുൻഹരി ഗോൾഡൻ റൈസ് എന്ത് ചെയ്യുന്നു? ആൻസർ, ഖിഡ്കി ഗോൽ ജഗാത്തി ഹെ, ജനല് തുറന്ന് ഉണർത്തുന്നു. ഇതിന്റെ തൊട്ട് മുന്നേ നമ്മൾ അവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചോദിച്ചതാണ് കേട്ടോ. നെക്സ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഭാരത് കെ ലോക കിസ്കോ സബക്ക് സിഖാത്തെ ഹെ, ഭാരതത്തിലെ ആളുകൾ ആരെയാണ് പാഠം പഠിപ്പിക്കുന്നത്? ആൻസർ, ജോ ആങ്ക് ദിഖാത്തെ ഹെ, ആരാണ് കണ്ണുരുട്ടുന്നത്, അവരെ പാഠം പഠിപ്പിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവിത മേ കിസ് പക്ഷി കി ബാത് കി ഗയി ഹെ, കവിതയിൽ ഏത് പക്ഷിയുടെ കാര്യമാണ് പറയുന്നത്? ആൻസർ, കോയൽ, കുയിൽ. നെക്സ്റ്റ് എക്സർസൈസ് ആയി വരുന്നത് കവിതയ്ക്ക് അനുസാർ സഹി യാ ഗലത്ത് ലിഖിയെ, റൈറ്റ് ദ ട്രൂ ഓർ ഫാൾസ് ആണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് റീഡ് ചെയ്തിട്ട് അത് ട്രൂ ആണോ ഫാൾസ് ആണോ തീരുമാനിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സുബഹയ്ക്ക് സുനഹരി കിരണേ ദർവാസ ഗിഡ്കടാക്കർ ജഗാത്തി ഹെ, രാവിലത്തെ ഗോൾഡൻ റൈസ് വാതിലിൽ ഇങ്ങനെ മുട്ടിയിട്ട് വരുന്നു. അപ്പോൾ അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻസർ, ഗലത്ത്. നെക്സ്റ്റ്, ഭാരത് കെ ലോക സബ്കോ ഗലേ ലഗാക്കർ പ്യാർ കർത്തേ ഹെ, ഭാരതത്തിലെ ആളുകൾ എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ സഹി. നെക്സ്റ്റ്, ഭാരത് കെ ലോക മദത് മാങ്കിനെ വാലോങ്കോ സബക്ക് സിഖാത്തെ ഹെ, ഭാരതത്തിലെ ആളുകൾ സഹായിക്കുന്നവരെ ഒരു പാഠം പഠിപ്പിക്കുന്നു. അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആരാണ് കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത്? അവരെയാണ് ഭാരതത്തിലെ ആളുകൾ സബക്ക് സിഖാത്തെ ഹെ, പാഠം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ആൻസർ, ഗലത്. നെക്സ്റ്റ് പേജിൽ അപ്പിനി മാതൃഭാഷാമേ ലിഖിയെ, മലയാള മീനിങ് എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ്, സുന്ദർ എന്ന് പറഞ്ഞാൽ സൗന്ദര്യമുള്ള. നെക്സ്റ്റ്, സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ. നെക്സ്റ്റ്, സുൻഹരി എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറം, സ്വർണ്ണ കളർ. നെക്സ്റ്റ്, ഗിഡ്കി എന്ന് പറഞ്ഞാൽ ജനൽ. നെക്സ്റ്റ്, സബക്ക് എന്ന് പറഞ്ഞാൽ പാഠം, ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം. നെക്സ്റ്റ്, वर्णों से मिलकर शब्द बनते हैं, किसी शब्द के वर्णों को उनकी ध्वनि के आधार पर अलग अलग लिखना വർണ്ണവിച്ഛേദ कहलाता है. നെക്സ്റ്റ്, വർണ്ണവിച്ഛേദമാണ് പറയുന്നത്. അതായത് വേർഡ് സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. വേർഡ് സ്പ്ലിറ്റ് ചെയ്യുക പറഞ്ഞാൽ നമുക്കറിയാം, പിന്നെ അതായത് ക എന്നുള്ള ഒരു ലെറ്ററിൽ അതിനെ നമ്മൾ ആ എന്നുള്ള സൗണ്ടിൽ ഉച്ചരിക്കണമെങ്കിൽ അതിലൊരു സ്വരാക്ഷരമായ ആ ഉണ്ടാവും. അതിൻ്റെ ഒറിജിനൽ രൂപം എന്ന് പറഞ്ഞാൽ ക് പ്ലസ് ആയാണ് ക. ഇനിയിപ്പം മാ എന്ന് പറയുകയാണെങ്കിൽ മ പ്ലസ് ആ മാ, മീ എന്നാണെങ്കിൽ മ പ്ലസ് ഇ മീ, കൂന്നാണെങ്കിൽ ക് പ്ലസ് ഉ കു. ഇതാദ്യം മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഓരോ വേർഡ് സ്പ്ലിറ്റ് ചെയ്ത് എക്സാമ്പിൾ ഇതിൽ നോക്കാം. ഫസ്റ്റ് വേർഡ് മുർഗി. മുർഗിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം,
മു പ്ലസ് രാ പ്ലസ് ഗി ആണ് മുറുക്കി. അപ്പോൾ നമ്മൾ ആദ്യം സ്പ്ലിറ്റ് ചെയ്യേണ്ടത് മൂന്നുള്ള ലെറ്ററിനെയാണ്. മൂന്നുള്ള ലെറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം മ് പ്ലസ് ഉ, അതാണ് മു. നെക്സ്റ്റ് പ്ലസ് രാ അല്ലേ, മു പ്ലസ് രാ. അപ്പോൾ രാനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം ര് പ്ലസ് ആ. പിന്നെ ഗി എന്നുള്ള ലെറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഗ പ്ലസ് ഇ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. അപ്പോൾ മുറുകി എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം മ പ്ലസ് ഉ പ്ലസ് ര് പ്ലസ് ആ പ്ലസ് ഗ പ്ലസ് ഇ, മുറുക്കി. അതൊന്ന് മനസ്സിലാക്കി പഠിക്കട്ടോ. അവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിന്, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 6 ഇട്ടോ. അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ ലാസ്റ്റ് ഭാഗത്തെ എക്സർസൈസ് ആണ്. സോച്ചിയെ അവർ ലിഖിയെ, തിങ്ക് ആൻഡ് റൈറ്റ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരത് ജൈസാ ദേശ് നഹി ഹെ. ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയാണ് മേം സംഖ്യാശബ്ദ ഹെ. സംഖ്യാശബ്ദ ക്യാ ഹെ. ഈ ഒരു സെന്റൻസിൽ, ഈ സ്റ്റേറ്റ്മെന്റിൽ സംഖ്യാശബ്ദം ഏതാണ്? സംഖ്യ എന്ന് പറഞ്ഞാൽ ആദ്യം നൗൺ ആണെന്ന് മനസ്സിലാക്കണം, നെയിമിംഗ് വേർഡ്സ്. അപ്പോൾ അതിൽ ഭാരത് ജൈസാ ദേശ് നഹിയും, അതിൽ 2 നെയിമിംഗ് വേർഡ്സ് ഉണ്ട്, ഭാരത് ആൻഡ് ദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ സുബഹ് സുൻഹരി കിരണേം ആക്കർ മേം വിശേഷൺ ശബ്ദ ഹെ. സുബഹ് സുൻഹരി കിരണേം ആക്കർ എന്നുള്ള സെന്റൻസിൽ വിശേഷൺ ശബ്ദം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വിശേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംഖ്യാശബ്ദത്തിന്, അതായത് നൗൺ ആയിട്ടുള്ള വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് വിശേഷൻ, ഡിസ്ക്രൈബിംഗ് വേർഡ്. അപ്പോൾ സുബഹ് സുൻഹരി കിരണേം ആക്കർ, രാവിലെ ഗോൾഡൻ കളറിലുള്ള കിരണങ്ങൾ വന്നിട്ട് എന്നാണ് പറയുന്നത്. അപ്പം ഈ കിരണങ്ങൾ എന്നുള്ള നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ച വേർഡാണ് സുൻഹരി, ഗോൾഡൻ കളർ. അപ്പോൾ അതാണ് അവിടെ വിശേഷൻ ശബ്ദം, സുൻഹരി. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, പ്രഗതി പന്ത് പർ ഹം ബഡ്തേ ഹൈ മേ സർവനാം ശബ്ദ്. ഇതിലെ പ്രോനൗൺ ഏതാണ്? സർവനാം എന്ന് പറഞ്ഞാൽ പ്രോനൗൺ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ പ്രഗതി പതുപ്പർ, അതായത് പുരോഗതിയുടെ പാതയിൽ നമ്മൾ മുന്നേറുന്നു, നമ്മൾ എന്നാണ് അവിടെ പറയുന്ന പ്രോനൗൺ, ഹം, അതാണ് പ്രോനൗൺ. നെക്സ്റ്റ് ഗിടുക്കി ഗോലി ജഗാത്തി, വിൻഡോയിലൂടെ ഉണർത്തുന്നു, വിൻഡോ തുറന്നിട്ട് ഉണർത്തുന്നു. മേ ക്രിയാശബ്ദ്, അതിലെ വെർബ് ഏതാണെന്നാണ് ക്വസ്റ്റ്യന്. വെർബ് എപ്പോഴും ഹിന്ദിയിൽ ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ജഗാത്തി, അതാണ് വെർബ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ചുന്നു ചുന്നി അവർ മൊബൈൽ. അതിലെ വൊക്കാബുലറിക്ക് ശേഷം വരുന്ന ലിസണിങ് സ്കില്ല് നമുക്ക് എക്സാമിന് ആവശ്യമില്ല. അത് കഴിഞ്ഞ് സ്പീക്കിംഗ് സ്കില്ല് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുന്നു അവർ ചുന്നി കഹാം രഹത്തേത്. ചുന്നുവും ചുന്നിയും എവിടെ താമസിക്കുന്നു? ആൻസർ ഏക്ക് ഗോദാം, ഒരു ഗോഡൌണിൽ. ഗോഡൌൺ എന്നുള്ളതിന് ഗോദാം. നെക്സ്റ്റ്, ചുന്നിനെ പഹലി ബാർ ക്യാ ദേഖ. ചുന്നി ആദ്യമായിട്ട് കണ്ടത് എന്താണ്? ആൻസർ മൊബൈൽ. നെക്സ്റ്റ്, മൊബൈൽ ഫോൺ കെ ഗിർനെ പർ ക്യാ ഹുവ. മൊബൈൽ ഫോൺ താഴെ വീണപ്പോൾ എന്ത് സംഭവിച്ചു? ആൻസർ ജോർദാർ ആവാസായി, വലിയ ശബ്ദം വന്നു. ജോർദാർ എന്ന് പറഞ്ഞാൽ നല്ല ഉച്ചത്തിലുള്ള ആവാസ്, ശബ്ദം വായി വന്നു. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ പേജ് നമ്പർ 10. അതിൽ റൈറ്റിംഗ് സ്കില്ല് ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജബ് ചുന്നിനെ പഹലി ബാർ മൊബൈൽ ഫോൺ ദേഖ തോ ഉസ്നെ ക്യാ കഹ. ചുന്നി എപ്പോഴാണ് മൊബൈൽ കണ്ടത്? ചുന്നി ഫസ്റ്റ് ആദ്യമായിട്ട് മൊബൈൽ കണ്ടപ്പോൾ ഉസ്നെ ക്യാ കഹ, അവൻ എന്ത് പറഞ്ഞു? ആൻസർ യഹ് ക്യാ ഹെ, ഇതെന്താണ്? ചുന്നി ഇത് ഇങ്ങനെ ചോദിച്ചത്, യഹ് ക്യാ ഹെ, ഇതെന്താണ്? അപ്പോൾ അതാണ് അവൻ പറഞ്ഞത്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചുന്നു അവർ ചുന്നീനെ ആത്മീയ ലഞ്ച് സാത്ത് ക്യാ കിയ. ചുന്നുവും ചുന്നിയും കൂടി ആ മനുഷ്യന്റെ ലഞ്ച് എന്ത് ചെയ്തു? ആൻസർ ലഞ്ച് കി ബച്ചി ഹുയി ചീസേം ഖാലി. ആത്മീയ ലഞ്ച് കി ബച്ചി ഹുയി ചീസേം ഖാലി. ആ മനുഷ്യന്റെ ലഞ്ച് ബച്ചി ഹുയി എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചിട്ട് ചീസേം ഖാലി, അതിലെല്ലാ വസ്തുക്കളും കാലിയാക്കി. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ചുന്നിനെ മസാക്ക് മേ ക്യാ കഹ അവർ ഉസ്കാ ക്യാ മത്ലബ് താ. ചുന്നി തമാശയോടെ എന്ത് പറഞ്ഞു? അതിന്റെ അർത്ഥം എന്തായിരുന്നു? ആൻസർ ഹമേം ഭീ മൊബൈൽ ഫോൺ ചാഹിയേ. നമ്മൾക്കും മൊബൈൽ വേണം. അവർ ഹം ഭീ മസ്ത് കരേം, നമുക്കും മസ്താവാം. നെക്സ്റ്റ് അവിടെ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബച്ചേനെ പിസ നഹീ ഖായാ ക്യോങ്കി. കുട്ടി പിസ കഴിച്ചില്ല എന്തുകൊണ്ടെന്നാൽ ആൻസർ വോ അപ്പിനെ മൊബൈൽ മേ വ്യസ്തത, അവൻ തൻ്റെ മൊബൈലിൽ ബിസി ആയിരുന്നു. നെക്സ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ, ഗോദാം കെ ലോഗ് മൊബൈൽ ഫോൺ കെ കാരൺ. ഗോദാമിലെ ആളുകൾ മൊബൈൽ ഫോൺ കാരണം ആൻസർ ഘണ്ടോം ഫോൺ മേ ലഗേ രഹത്തെ, മണിക്കൂറുകളോളം ഫോണിൽ തന്നെ ആയിരുന്നു. നെക്സ്റ്റ് ഫോൺ കെ ബാരെ മേ ചുന്നി കാ വിചാരതാക്കി. ഫോണിനെ കുറിച്ച് ചുന്നിയുടെ വിചാരമായിരുന്നു കി എന്തെന്നാൽ ഉസേ ഫോൺ ഖരീദിനാ ചാഹിയെ, ഫോൺ വാങ്ങണം. നെക്സ്റ്റ് പേജ് നമ്പർ 11 സഹി കഥൻ കെ സാമനെ ടിക്ക് और गलत के सामने क्रॉस लगाइए. സഹി യാ ഗലത്ത്, ട്രൂ ഓർ ഫാൾസ് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ചുന്നിനെ പഹലി ബാർ ഏക്ക് ടെലിവിഷൻ തേക്ക. ചുന്നി ആദ്യമായിട്ട് ഒരു TV കണ്ടു, അത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ചുന്നി മൊബൈലാണ് കണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബച്ചേനെ ഫോൺ മേം വ്യസ്ത ഹോനേക്ക് കാരണം പിസ നഹീം ഖായ. കുട്ടി ഫോണിൽ ബിസി ആയിരുന്നത് കൊണ്ട് പിസ കഴിച്ചില്ല, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, അപ്പോൾ സഹി.
നെക്സ്റ്റ് ചുന്നു കോ ബസ് മസ്തി ഔർ ശാന്തി ചായേ ഫോൺ നഹീം. ചുന്നു പറയുന്നത് മസ്തും ഔർ ശാന്തിയും വേണം, ഫോൺ വേണ്ട. അപ്പോൾ ലാസ്റ്റ് ചുന്നു അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആൻസർ സഹി. നെക്സ്റ്റ് അപ്പിനി മാതൃഭാഷാമേ ലിഖിയേ. നെക്സ്റ്റ് റൈറ്റ് ദ മദർ ടങ്ക്. മലയാളം മീനിങ് എഴുതാനാണ് പറയുന്നത്. ഗോദാം ഗോഡൗൺ തന്നെയാണ്. മൊബൈൽ തന്നെയാണ് മലയാളം. നെക്സ്റ്റ് ആദ്മി എന്ന് പറഞ്ഞാൽ മലയാളം മനുഷ്യൻ. മസ്തി എന്ന് പറഞ്ഞാൽ തമാശ. പിസ്സ എന്ന് പറഞ്ഞാൽ പിസ്സ തന്നെയാണ് മലയാളം. നെക്സ്റ്റ് ആനന്ദ് എന്ന് പറഞ്ഞാൽ ആനന്ദം. നെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് റൈറ്റ് ലാംഗ്വേജ്. അങ്ങനെ ആ എക്സസൈസിൽ അവിടെ കുറച്ച് വ്യഞ്ജനാക്ഷരങ്ങൾ സംയുക്ത വ്യഞ്ജന കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് അതുപോലത്തെ വേറൊരു വേർഡ് ഉണ്ടാക്കാനാണ്. അത് അതുപോലെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സ് പ്ലസ് ത. അപ്പോൾ ഒരു വേർഡ് നമസ്തേ, അടുത്ത വേർഡ് ദോസ്ത്. ചുന്നു നെക്സ്റ്റ് വേർഡ് ചുന്നി. കച്ച വേറൊരു വേർഡ് ബച്ച. സജ്ജൻ പിസ്സ. അപ്പോൾ ഇതുപോലുള്ള വേർഡുകൾ നിങ്ങൾക്ക് ഇതിലുള്ള എഴുതാൻ പറ്റുകയാണ് അത് എഴുതുക, അല്ലെങ്കിൽ വേറെ ഉണ്ടാക്കി എഴുതാം. ഓക്കെ. നെക്സ്റ്റ് ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വർക്കായിട്ട് വിശേഷൺ ശബ്ദം എഴുതാനാണ് പറയുന്നത്. ഒരു എക്സർസൈസിൻ്റെ ഉചിത വിശേഷൺ ചുൻകർ ലിഖിയെ. വിശേഷൺ ശബ്ദം എഴുതാൻ. അപ്പം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം, വിശേഷം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നൗണിൻ്റെ മുമ്പായിട്ടാണ് വിശേഷൺ ശബ്ദം വരിക. ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ വേർഡുകൾ യൂസ് ചെയ്യുമോ അതാണ് വിശേഷണ ശബ്ദം. അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റിൽ അവിടെ വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ ബ്രാക്കറ്റിൽ വേർഡ്സ് ഉണ്ടാവും. അതേപോലെ എക്സാമിന് അങ്ങനെ നോക്കിയിട്ട് കറക്റ്റ് വിശേഷണം ഏതാണ് സെലക്ട് ചെയ്തിട്ട് എഴുതുക. ഫസ്റ്റ് മോട്ട ചൂഹ, തടിച്ച എലി റാറ്റ്. നെക്സ്റ്റ് ഭാരി ഫോൺ, നല്ല ഭാരി എന്ന് പറഞ്ഞാലും നല്ല കനുള്ള ഫോണ്. നെക്സ്റ്റ് ജോർദാർ ആവാസ്, നല്ല ഭയങ്കര ഉച്ചത്തിലുള്ള സൗണ്ട്. നെക്സ്റ്റ് 5 ലോഗ് 5 ആളുകൾ. നെക്സ്റ്റ് ദോടാലഞ്ച് കുറച്ച് ലഞ്ച് സം. നെക്സ്റ്റ് ബഡാ ഗോദാം വലിയ ഗോഡൗൺ. അപ്പോൾ ഇതുപോലെ മാത്സ് ആയിട്ടുള്ളത് എടുത്തിട്ട് എഴുതുക. ഓക്കെ. അപ്പോൾ ഇത്രയും സെക്കൻഡ് ചാപ്റ്ററിലുള്ളൂ. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ നന്നായി പഠിക്കുക. ഇനി നമുക്ക് തേർഡ് ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ സ്വർണ്ണ പതക വിജേത നീരജ് ചോപ്ട. അപ്പോൾ അവിടെ നമുക്ക് വൊക്കാബുലറി കഴിഞ്ഞതിന് ശേഷം പിന്നെ ലിസണിങ് സ്കില്ല് വേണ്ട, ലിസണിങ് സ്കില്ല് ക്വസ്റ്റ്യൻസ് വേണ്ട. സ്പീക്കിംഗ് സ്കില്ലിൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നീരജ് കെ പരിവാർക്കോ കോൺസി ചിന്താതി. നീരജിൻ്റെ ഫാമിലി അതായത് കുടുംബത്തിൻ്റെ ചിന്ത എന്തായിരുന്നു? ആൻസർ സഹത്തിക്ക് ചിന്ത. നീരജ് കെ സഹത്തിക്ക് ചിന്ത, നീരജിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്ത. നെക്സ്റ്റ് പഹലി ബാർ നീരജ് കാ കിസ് ഖേൽമേ മൻ ലഗാ. ആദ്യത്തെ പ്രാവശ്യം തന്നെ നീരജ് ഏത് കളിയിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്? ആൻസർ ഭാല ഫേങ്ക് ഗേൽ, ജാവലിൻ എറിയ. ബാല ഫേങ്ക് എന്ന് പറഞ്ഞാൽ ജാവലിൻ ത്രോ, അത് ഫേങ്കിന എന്ന് പറഞ്ഞാൽ എറിയ. ബാല ഫേങ്ക് ജാവലിൻ ത്രോ. നെക്സ്റ്റ് നീരജിനെ കിസ്കെ പ്രോത്സാഹൻ സെ ഭാല ഫേങ്കിന ശുരു കിയ. നീരജ് ആരുടെ പ്രോത്സാഹനത്താലാണ് ബാല ഫേങ്ക് ചെയ്യാൻ, അതായത് ജാവലിൻ ത്രോ ചെയ്യാൻ വേണ്ടി ആരംഭിച്ചത്? ആൻസർ കോച്ച് കെ പ്രോത്സാഹൻ സെ, കോച്ചിന്റെ പ്രോത്സാഹനത്താൽ. നെക്സ്റ്റ് പ്രശ്നോം കെ ഉത്തർ ലിഖിയെ. പേജ് നമ്പർ 16 ആണ്. പ്രശ്നോം കെ ഉത്തർ ലിഖിയെ, റൈറ്റ് ദ ആൻസേഴ്സ്. അവിടെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, റൈറ്റിംഗ് സ്കിൽ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നീരജ് കെ പിതാനെ ഉനേം സ്വസ്ഥ രഖ്നെ കെ ലിയെ ക്യാ കിയ. നീരജിന്റെ പിതാവ് അദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആൻസർ സ്റ്റേഡിയമേ ദാഖില ദിൽവായ, സ്റ്റേഡിയത്തിൽ അഡ്മിഷൻ എടുപ്പിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നീരജ് കി സഫലതാമേ കിൻക മഹത്വപൂർണ്ണ യോഗദാൻ രഹാ ഹേ. നീരജിന്റെ വിജയത്തിന് പിന്നിൽ ആരുടെയൊക്കെ സംഭാവനകളായിരുന്നു? ആൻസർ നീരജ് കെ പരിവാർ അവർ കോച്ച്, നീരജിന്റെ കുടുംബത്തിന്റെയും കോച്ചിന്റെയും. തേർഡ് ക്വസ്റ്റ്യൻ, നീരജ് കി മെഹനത്ത് സെ ആപ്നെ ക്യാ സീഖ. നീരജിന്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് അതിൽ നിന്ന് താങ്കൾ എന്തു പഠിച്ചു? ആൻസർ സഹി പ്രേരണ അവർ കഠിൻ പരിശ്രം സെ സഫലത മിലേഗ. ശരിയായ മോട്ടിവേഷനാലും അതേപോലെ കഠിനമായ പരിശ്രമത്താലും വിജയം ലഭിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നീരജ് കെ കോച്ചിനെ ഉനെ കിസ് ഖേൽ കെ ലിയെ പ്രോത്സാഹിത് കിയ. നീരജിന്റെ കോച്ച് അദ്ദേഹത്തെ ഏത് കളി കളിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോത്സാഹിപ്പിച്ചത്? ആൻസർ ഭാല ഫെങ്ക്, ജാവലിൻ ത്രോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നീരജ് ചോപ്ഡാനെ കോൺസാ പതക് ജീത്ത ഹേ. നീരജ് ചോപ്ഡക്ക് കിട്ടിയ അവാർഡ് എന്തായിരുന്നു? മെഡൽ ഏതായിരുന്നു? ആൻസർ ഒളിമ്പിക് കാ സ്വർണ്ണ പതക്, ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീരജ് കി കഹാനി ഹമേ ക്യാ സിഖാത്തി ഹേ. നീരജിന്റെ കഥ നമ്മെ എന്ത് പഠിപ്പിക്കുന്നു? ആൻസർ മെഹനത്ത് അവർ സഹി പ്രേരണാക്ക മഹത്ത്, പരിശ്രമത്തിന്റെയും ശരിയായ മോട്ടിവേഷന്റെയും മഹത്വം. നെക്സ്റ്റ് പേജ് നമ്പർ 17. അവിടെ ആദ്യത്തെ വർക്ക് മലയാളം മീനിങ് ആണ്, മദർ ടങ്ക് റൈറ്റ് ചെയ്യാം. ഫസ്റ്റ് എത്ലീറ്റ്, എത്ലീറ്റ് എന്ന് പറഞ്ഞാൽ മലയാളം കായിക താരം. നെക്സ്റ്റ് പരിശ്രമം, പരിശ്രമം എന്ന് പറഞ്ഞാൽ തൊഴിൽ അല്ലെങ്കിൽ കഠിനാധ്വാനം, രണ്ടും പറയാം. നെക്സ്റ്റ് സ്റ്റേഡിയം, സ്റ്റേഡിയം തന്നെയാണ്. നെക്സ്റ്റ് പരിവാർ, പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം. നെക്സ്റ്റ് സ്വർണം, പതക് പതക്കം, ഒളിമ്പിക് ഒളിമ്പിക്സ്, ഭാല ജാവലിൻ. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. അത് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് കേട്ടോ. അപ്പം എക്സാമിന് വിലോം ശബ്ദ ലിഖിയെന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒന്നാമത്തെ പരിശ്രം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക്, അതിൻ്റെ ഓപ്പോസിറ്റ് ആലസ്യ ലേസി.
സെക്കൻഡ് ക്ഷമത അക്ഷമത, രുചി അരുചി, സഫലത അസഫലത, ലഗൻ ഉദാസീനത. നെക്സ്റ്റ് പര്യായവാചി ശബ്ദം ലിഖിയെ. പര്യായവാചി ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? സിനോണിംസ്. സിമിലർ മീനിങ് ആണ്, ഡിഫറെൻറ്റ് വേർഡ്സ് ആയിരിക്കും, പക്ഷേ സിമിലർ മീനിങ് ആയിരിക്കും. ഫസ്റ്റ് വേർഡ് തന്നെ പരിശ്രം. എക്സാമിന് അവിടെ പര്യായവാചി ശബ്ദം ലിഖിയെ എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് വേർഡ് പരിശ്രം. പരിശ്രം എന്നുള്ളതിൻ്റെ മറ്റൊരു വേർഡാണ് മെഹനത്ത്. മെഹനത്ത് അതുപോലെ ശ്രമം. നെക്സ്റ്റ് ലഗൻ നിഷ്ഠ ഉത്സാഹ്. നെക്സ്റ്റ് രുചി അഭിരുചി പസന്ത്. നെക്സ്റ്റ് സ്വർണ്ണ് കനക് സോന സ്വർണം. സ്വർണ്ണം പറഞ്ഞാൽ കനക്, രുചി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, ലഗൻ എന്ന് പറഞ്ഞാൽ ഉത്സാഹം, പരിശ്രമം എന്ന് പറഞ്ഞാൽ മെഹനത്ത് ഹാർഡ് വർക്ക്. ഓക്കെ, അപ്പോൾ എല്ലാ വേർഡ്സിൻ്റെയും സെയിം സിമിലർ മീനിങ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജിൽ അവിടെ നമുക്ക് ക്രിയാശബ്ദം എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഹിന്ദിയിൽ ക്രിയാശബ്ദം എപ്പോഴും ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റിൽ വരുന്ന പദങ്ങളായിരിക്കും. അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ ഇതാ കിയ, സെക്കൻഡിൽ കിയ, തേർഡിൽ സിയാദ, ലാസ്റ്റ് മദതയ്ക്ക്. അത്രയും മനസ്സിലാക്കി വെക്കട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർത്ത് ചാപ്റ്ററിലേക്ക് പോവാം. ജിസെ ദേശസെ പ്യാർ നഹി ഹെ. അപ്പോൾ അതിൽ വൊക്കാബുലറിക്ക് ശേഷം പിന്നെ ഫസ്റ്റ് ലിസണിങ് സ്കില്ല് വേണ്ട. അത് കഴിഞ്ഞ് സ്പീക്കിംഗ് സ്കില്ല്. സ്പീക്കിംഗ് സ്കില്ല് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കവി കെ അനുസാർ പേട് പറഞ്ഞേ കെ ലിയെ കോൺ ജീത്ത ഹെ. കവി പറയുന്നതനുസരിച്ച് വയറ് നിറക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നത് ആരാണ്? ആൻസർ പശു, അനിമൽ. പശു എന്ന് പറഞ്ഞാൽ പശു അല്ല, ഹിന്ദിയിൽ അനിമൽ എന്നാണ് കേട്ടോ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ജീനേക്ക അധികാർ കിസേ ഹെ. ജീവിക്കാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ജോ ദൂസരോങ്കോ ജീനേദേ ഉസേ ജീനേക്ക അധികാർ ഹെ. ആരാണ് ദൂസരോങ്കോ ജീനേദേ, മറ്റുള്ളവരെ ജീവിപ്പിക്കുന്നത്, ഉസേ അവർക്ക് ജീനേക്ക അധികാർ ഹെ, ജീവിക്കാനുള്ള അധികാരമുണ്ട്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, കിസ് പ്രകാർ കാ ജീവൻ ഭാർ കെ സമാൻ ഹെ. ഏത് രീതിയിലുള്ള ജീവിതമാണ് ഭാരമാകുന്നത്? ആൻസർ ജോ ദൂസരോം കെ സാത്ത് നഹീം. ആരാണ് മറ്റുള്ളവരെ കൂടെ ഇല്ലാത്തത്? നഹീം എന്ന് വേണേ, നഹീം മാറിപ്പോരുത്. ജോ ദൂസരോം കെ സാത്ത് നഹീം ഉൻക അവർക്ക് ജീവൻ ഭാർ കെ സമാൻ ഹെ, അവരുടെ ജീവിതം ഭാരമാണ്. നെക്സ്റ്റ് റൈറ്റിംഗ് സ്കില്ല് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പശുവും അവർ മനുഷ്യവും കെ ജീവൻ മേ ക്യാ അന്തർ ബത്തായ ഗയാ ഹെ. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആൻസർ പശു അപ്നാ പേട് ഭർത്തെ ഹെ और मनुष्य स्वयं के साथ दूसरों का पेट भी भरते हैं. പശു അപ്നാ പേട് ഭർത്തെ ഹെ, പശു തൻ്റെ വയറ് നിറക്കുന്നു, ഭർത്തെ ഹെ എന്നാൽ നിറക്കുന്നു. അവർ മനുഷ്യ എന്ന മനുഷ്യൻ സ്വയം കെ സാത്ത് സ്വന്തം വയറ് നിറക്കുന്നു, ദൂസരോം കാ പേട് ബി ഭർത്തെ ഹെ അതുപോലെ തന്നെ മറ്റുള്ളവരെ വയറും നിറക്കുന്നു. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, കവി കെ മാനവ കെ ലിയെ ക്യാ ജരൂരി ബത്തായ ഹെ. കവി മനുഷ്യന് വേണ്ടി എന്താണ് ആവശ്യമെന്ന് പറയുന്നത്? ആൻസർ മാനവ് സ്വയം കെ സാത്ത് ദൂസരോം കോ ബി ജീനെ ദേന ജരൂരി ബത്തായ ഹെ. മാനവ് സ്വയം ജീവിക്കുന്നതോടൊപ്പം ദൂസരോം കോ ബി മറ്റുള്ളവരെ കൂടി ജീനെ ദേന ജീവിക്കാൻ പഠിപ്പിക്കുന്നു. അതാണ് മനുഷ്യന് ചെയ്യുന്നത്, മനുഷ്യന് അത്യാവശ്യം വേണ്ടത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, കവി ने किस प्रकार के कार्य करने की सलाह दी है. കവി എന്ത് ചെയ്യാനാണ് ഉപദേശം നൽകുന്നത്? ആൻസർ കവിനെ സമാജ് മേ സഭി കെ ലിയെ കാര്യ കർണേ കി സലാഹ് ദി ഹെ. കവി സമൂഹത്തിന് വേണ്ടി എല്ലാവരോടും ജോലി ചെയ്യാൻ വേണ്ടി പറയുന്നു, സർവീസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. നെക്സ്റ്റ് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജീനെ കാ അധികാർ ഉസേ നഹി ഹെ ജോ. ജീവിക്കാനുള്ള അധികാരമില്ല ജോ ആർക്ക്? ആൻസർ പശു കി തരഹ് രഹേ, പശുവിനെ പോലെ മൃഗങ്ങളെ പോലെ ജീവിക്കുന്നവർക്ക്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, സച്ചാ മാനവ് കോൻ ഹെ. നല്ല മനുഷ്യൻ ആരാണ്? ആൻസർ ജോ ദൂസരോം കോ ജീനെ ദേ, ആരാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, സരിത കിസേ കഹനാ ചാഹിയേ. നദി എന്ന് ആരെ വിളിക്കണം? ആൻസർ ജിസ്മേ ധാർ ബഹത്തി ഹെ, ഏതാണ് ധാരയായി ഒഴുകുന്നത്. നെക്സ്റ്റ് അപ്പിനി മാതൃഭാഷാമേ ലിഖിയേ. മലയാളം മീനിങ് റൈറ്റ് ചെയ്യാം. ഫസ്റ്റ് വേർഡ് മാനവ്, മാനവ് മനുഷ്യൻ. സെക്കൻഡ് സമാജ്, സമാജ് പറഞ്ഞാൽ സമൂഹം. തേർഡ് പേട്, പേട് പറഞ്ഞാൽ വയർ. അധികാർ, അധികാർ എന്ന് പറഞ്ഞാൽ അവകാശം. പിന്നെ ലാംഗ്വേജ് ആണ് അതിലുള്ളത്. ലാംഗ്വേജ് പറഞ്ഞ് വിച്ഛേദിക്കുക, നേരത്തെ ഞാൻ പറഞ്ഞു സെയിം ആണ്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നത് പ്യാർ. പ്യാർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, പ്യാ പ്ലസ് രാ, അതാണ് പ്യാർ. അപ്പോൾ പ്യാ എന്നുള്ളതിൽ പ് പ്ലസ് യാ എന്ന് വന്നാണ്. അപ്പോൾ പ് പ്ലസ് എ പ്ലസ് പിന്നെ പ്യാ എന്ന് പറയുമ്പോൾ ആയും കൂടെ ഉണ്ട്. അപ്പോൾ പ് പ്ലസ് എ പ്ലസ് ആ പ്യാന്നായി. പിന്നെ രാ എന്നുള്ളത് രി പ്ലസ് ആ, അപ്പോൾ പ്യാറായി. അപ്പോൾ ഇതേപോലെ എല്ലാ എക്സാമ്പിൾസും ഒന്ന് നോക്കട്ടോ. ഓക്കെ, നെക്സ്റ്റ് പേജിൽ വിലോം ശബ്ദ ചുൻകൽ ലിഖിയെ, അതായത് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് കേട്ടോ. ഓപ്പോസിറ്റ് വേർഡ്സ് വിലോം ശബ്ദ ലിഖിയെന്നായിരിക്കും എക്സാമിൽ ഉണ്ടാവുക. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്യാർ. പ്യാർ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നഫ്രത്ത്. നെക്സ്റ്റ് സെക്കൻഡ് അധികാർ. അധികാറിൻ്റെ ഓപ്പോസിറ്റ് അനധികാർ. നെക്സ്റ്റ് മാനവ്. മാനവിൻ്റെ ഓപ്പോസിറ്റ് ദാനവ്. നെക്സ്റ്റ് ജീവൻ ഓപ്പോസിറ്റ് മരണ്.
അതിൻ്റെ താഴെയുള്ള ഉദാഹരണಕ್ಕೆ അനുസാർ ക്രിയാശബ്ദ ബദൽക്കർ ലിഖിയേ. അത് ഉദാഹരണം അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ മാതൃക പോലെ എഴുതുക. അപ്പോൾ അതേപോലെ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ജീന ജീതാ ഹേ ജിയേ ജിയേഗ. കർന കർത്താ ഹേ കിയേ കരേഗ. പീന പീതാ ഹേ പിയേ പിയേഗ. കഹ്ന കഹ്താ ഹേ കഹേ കഹേഗ. ഇതുപോലെ ഒന്ന് മനസ്സിലാക്കി പഠിക്കട്ടോ. ഓക്കെ, അതേപോലെ തന്നെയാണ് ഒരു എക്സാമ്പിൾ ഉണ്ടാവും. ആ ബാക്കി നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഫിഫ്ത്ത് ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് ഫിഫ്ത്ത് ചാപ്റ്ററിൽ വൊക്കാബുലറി കഴിഞ്ഞതിന് ശേഷം സൈക്കിൾ ബനിയ മിസാൽ എന്നാണ് കേട്ടോ ചാപ്റ്ററിൻ്റെ പേര്. വൊക്കാബുലറി കഴിഞ്ഞതിന് ശേഷം ലിസണിങ് സ്കില്ലാണ്. അപ്പോൾ അത് എക്സാമിനില്ല. അത് കഴിഞ്ഞിട്ടുള്ള സ്പീക്കിംഗ് സ്കില്ലിൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സിദ്ധ കാ ക്യാ കാം ദാ. സിദ്ധൻ്റെ ജോലി എന്തായിരുന്നു? ആൻസർ പോസ്റ്റ്മാൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സിദ്ധ സൈക്കിൾ കോ കഹാം പർ ടാങ്ക് താതാ. സിദ്ധ സൈക്കിൾ എവിടെയായിരുന്നു ഹാങ് ചെയ്തിരുന്നത്? ആൻസർ ആംഗൻ മേ ദോ ഖൂണ്ടിയോം പർ. മുറ്റത്ത് 2 കൊക്കയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിദ്ധ കെ സൈക്കിൾ പ്രേമക്കോ ലോക കിസ് പ്രകാർ ദേഖത്തെ थे. സിദ്ധയ്ക്ക് സൈക്കിളിനോടുള്ള സ്നേഹത്തെ ആളുകൾ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്? ആൻസർ ഗുണിയേവം കർമ്മശീലതാക്കിയ രൂപമേ. നല്ലൊരു ക്യാരക്ടറായിട്ടും അതുപോലെ ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത അതായിരുന്നു ആളുകൾ കണ്ടിരുന്നത്. നെക്സ്റ്റ്, റൈറ്റ് ദ ആൻസേഴ്സ്. റൈറ്റിംഗ് സ്കില്ലിൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിദ്ധ കി കഹാനി സെ ബച്ചോं को क्या सीख मिलती है. സിദ്ധയുടെ കഥയിൽ നിന്ന് കുട്ടികൾ എന്താണ് പഠിക്കുന്നത്? ആൻസർ अपने काम और साधनों की देखभाल अच्छी तरह करें. തൻ്റെ ജോലിയും അതുപോലെ സാധനങ്ങളെ കെയറിങ്ങും നല്ല രീതിയിൽ ചെയ്യണം. ഈ ഒരു മെസ്സേജാണ് കുട്ടികൾക്ക് കിട്ടിയത്. നെക്സ്റ്റ്, സിദ്ധ കി സൈക്കിൾ കോ ദേഖ്കർ മെഹ്മാനോं को क्या लगता था. സിദ്ധയുടെ സൈക്കിൾ കണ്ടിട്ട് ആളുകൾ, പുറത്തു നിന്നുള്ള ആളുകൾ എങ്ങനെയായിരുന്നു നോക്കിയിരുന്നത്? ഹൈറാൻ ഹോത്തി, സർപ്രൈസ് ആയിട്ട് കണ്ടു. നെക്സ്റ്റ്, സിദ്ധ കി ജഗഹ് അഗർ ആപ്പ് ഹോത്തെ തോ ക്യാ കർത്തെ. സിദ്ധയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യും? ആൻസർ സൈക്കിൾ കോ ദേഖ്ഭാൽ കർത്ത അവർ ദൂസരോं की മദത് കർത്ത. സൈക്കിൾ നന്നായിട്ട് കെയർ ചെയ്യും, അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും. നെക്സ്റ്റ്, ചൂസ് ദ ഓപ്ഷൻ. കറക്റ്റ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിദ്ധ കി സൈക്കിൾ കൈസി രഹത്തി തി. സിദ്ധയുടെ സൈക്കിൾ എങ്ങനെയായിരുന്നു? ആൻസർ സാഫ് ഓർ ചംചമാത്തി, നല്ല വൃത്തിയും മിന്നി തിളങ്ങുന്നതും. നെക്സ്റ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗാവ് കെ ലോക കിസ്സെ പ്രഭാവിതതേ. ഗ്രാമത്തിലെ ആളുകൾ എന്തിലാണ് ഇൻഫ്ലുവൻസ് ആയത്? ആൻസർ സിദ്ധ കി സൈക്കിൾ സെ, സിദ്ധയുടെ സൈക്കിൾ കണ്ടിട്ട്. നെക്സ്റ്റ്, ഗാവ് കെ ലോക കെ ലിയെ സിദ്ധ കൈസാ വ്യക്തിത. ഗ്രാമത്തിലെ ആളുകൾക്ക് സിദ്ധ എങ്ങനെയുള്ള ആളായിരുന്നു? ആൻസർ ആദർശ് അവർ മെഹനത്തി, നല്ല ആദർശവാനും പരിശ്രമിയും. നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിദ്ധ കി സൈക്കിൾ ഗാവ് കെ ബച്ചോं के लिए ഡാഷ് ബനി. സിദ്ധയുടെ സൈക്കിൾ ഗ്രാമത്തിലെ ആളുകൾക്ക് ഉദാഹരൺ ബനി. ആൻസർ ഉദാഹരണം എന്നാണ്, ഒരു ഉദാഹരണമായിരുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സിദ്ധ കി സൈക്കിൾ ഉസ്കി സേവ മെൻ ഡാഷ് രഹത്തി തി. സിദ്ധയുടെ സൈക്കിൾ അദ്ദേഹത്തിന്റെ ജോലിയിൽ തത്പർ രഹത്തി തി, നല്ല തത്പരമായിരുന്നു, നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. നെക്സ്റ്റ്, സിദ്ധ കി നിഷ്ഠ और അനുശാസൻ ने उसे गांव में ഡാഷ് ദിലായ. സിദ്ധയുടെ ആ കൃത്യനിഷ്ഠയും അതുപോലെ അച്ചടക്കവും ഗ്രാമത്തിലെ ദിലായ എന്താക്കി വിശിഷ്ട സ്ഥാൻ. അദ്ദേഹത്തിന് നല്ലൊരു സ്ഥാനം തന്നെ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് പേജിൽ നമുക്ക് ഫസ്റ്റിൻ്റെ ഒരു പാരഗ്രാഫാണ് തന്നിട്ടുള്ളത്. അതൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവർക്ക് എക്സാമിന് വരും. അപ്പോൾ അവിടെ പുറത്തുനിന്ന് വേറൊരു പാരഗ്രാഫ് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നോക്കിയിട്ട് ആൻസർ താഴെ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ പാരഗ്രാഫ് ഒന്ന് കണ്ടെത്തുക. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തത്. നെക്സ്റ്റ്, മദർ ടങ് എഴുതുക, മലയാളം മീനിങ് എഴുതുക. റെയിന് മഴ, ബൈസൈക്കിൾ സൈക്കിൾ, വില്ലേജ് ഗ്രാമം, വർക്ക് ജോലി, റിഗാർഡ് റെസ്പെക്റ്റ് അല്ലെ പരിഗണന. നെക്സ്റ്റ്, മോട്ടിവേഷൻ പ്രേരണ. നെക്സ്റ്റ്, ഷൈൻ മിന്നി തിളങ്ങ. നെക്സ്റ്റ്, കോട്ടിയാട് മുറ്റം. പിന്നെ നമുക്ക് പേജ് നമ്പർ 31 പിന്നെ സിനോണിംസ്, സമാനാർത്ഥി ശബ്ദ ലിഖിയെന്നായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അതായത് ഡിഫറെൻറ്റ് വേർഡ്സ് ആണ്, പക്ഷേ സിമിലർ മീനിങ് ആയിരിക്കും. അപ്പോൾ അതിന് അവിടെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. സാധാരണ, ഒന്നാമത്തെ ക്വസ്റ്റ്യന് സാധാരണ. അപ്പോൾ സാധാരണ എന്നുള്ളതിന് സാമാന്യ. നെക്സ്റ്റ്, ഹൈറാൻ എന്ന് പറയുമ്പോൾ സർപ്രൈസ്. സാധാരണ എന്ന് പറഞ്ഞാൽ സിമ്പിൾ, കോമൺ, അതാണ് മീനിങ്. ഹൈറാൻ എന്ന് പറഞ്ഞാൽ സർപ്രൈസ്. അപ്പോൾ ഹൈറാൻ എന്നുള്ളതിൻ്റെ മറ്റൊരു വേർഡാണ് ചകിത്. നെക്സ്റ്റ്, മെഹ്മാൻ എന്ന് പറഞ്ഞാൽ വിസിറ്റേഴ്സ് എന്നാണ്, അതിൻ്റെ മറ്റൊരു വേർഡാണ് അതിഥി. നെക്സ്റ്റ്, ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ, മറ്റൊരു വേർഡാണ് വർഷ. നെക്സ്റ്റ്, അത്ഭുത് പറഞ്ഞാൽ അത്ഭുതം, അതിൻ്റെ മറ്റൊരു വേർഡാണ് അനോഖ. നെക്സ്റ്റ്, ഘർ എന്നുള്ളതിൻ്റെ മറ്റൊരു വേർഡാണ് ഗ്രഹ്, രണ്ടും വീട്. നെക്സ്റ്റ്, ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. വിലോം ശബ്ദ ലിഖിയെന്നായിരിക്കും എക്സാമിന് ഉണ്ടാവുക. ഫസ്റ്റ് വേർഡ് അസീം, സീമിത്. പ്രേമ്, ഓപ്പോസിറ്റ് ഗൃണ. സാധാരൺ, അസാധാരൺ. വിശിഷ്ട, സാമാന്യ. അതിൻ്റെ താഴെ പിന്നെ നൗണ്, നെയിമിംഗ് വേർഡ്സ് ആണ്. ഓരോ സെൻറ്റൻസിനും നെയിമിംഗ് വേർഡ്സ് കണ്ടെത്തുക. സിദ്ധ നാം കാ ഏക് വ്യക്തിത. ഇതുപോലെ സെൻറ്റൻസ് കൊടുക്കും. അതിൽ നിന്ന് സംഖ്യാശബ്ദ ലിഖിയെന്നാണ് എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ. സിദ്ധ നാം കാ ഏക് വ്യക്തിത. അവിടെ 2 നെയിമിംഗ് വേർഡാണുള്ളത്. ഒന്ന് സിദ്ധ എന്നുള്ളൊരു പേരാണ്, പിന്നെ ഒരു വ്യക്തി. ആ 2 നെയിമിംഗ് വേർഡായിട്ടുള്ളത്, സംഖ്യ. സെക്കൻഡ് സെൻറ്റൻസിൽ വോ സൈക്കിൾ കോ ഘർ കെ ആംഗൻ മേ ലഗി കൂണ്ടി പർ ഡാങ് ദേത്താ.
സൈക്കിളാണ് 1, ഘർ 2, ആംഗൻ 3, ഘൂണ്ടി 4 സംഖ്യാവേടുകളുണ്ട്, നെയിമിംഗ് വേർഡ്സ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, घाव के बच्चों के लिए एक उदाहरण बन गया. ഗാവ് 1, ബച്ചോം 2 വേർഡ്സ് ആണുള്ളത് കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. അതിൻ്റെ താഴെയുള്ളത് എക്സാമിനില്ല. അപ്പോൾ ഇത്രയാണ് എക്സാമിനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ, താങ്ക് യു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.